അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പിനാങ്ങിലെ ബാൻബറു വെറ്റ് മാർക്കറ്റിലാണ്. ഇവിടെ പച്ചക്കറി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാത്തിൻ്റെയും പുറകെ നല്ലൊരു ഫുഡ് കോർട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. സ്ഥിരം ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനമാണ് നാസി ലമാക്ക്. അതിനെപ്പറ്റിയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നാസി ലമാക്ക് ഈ കടയിൽ നിന്ന് ഞാൻ എന്തായാലും 1.5 റിംഗറ്റിൻ്റെ ഒരു നാസി ലമാക്ക് വാങ്ങാമെന്നാണ് കരുതുന്നത്. എല്ലാത്തിനും 1.5 റിംഗറ്റ് തന്നെയാണ്. മലേഷ്യയിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇഡ്ഡലി, പുട്ട്, അപ്പം, ദോശ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. രാവിലെ അവർ ചോറാണ് കഴിക്കുന്നത്, ഉച്ചയ്ക്കും ചോറാണ്, രാത്രിയിലും ചോറാണ്. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ചെറിയ രീതിയിൽ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത നാസി ലമാക്ക് കട ലക്ഷ്യമാക്കിയാണ് പോകുന്ന വഴിക്ക് നാസി ലമാക്കിനെ പറ്റി നമുക്ക് പറയുകയും ചെയ്യാം. തേങ്ങാപ്പാലിനകത്ത് വേവിച്ചെടുക്കുന്ന ചോറും പിന്നെ ഉണക്കമീനോ ചിക്കനോ അതും പിന്നെ കുറച്ച് പച്ചക്കറി വറുത്ത കപ്പലിൻ്റെയും കൂടെ ചേർത്താണ് നാസി ലമാക്ക് സാധാരണ കഴിക്കാറുള്ളത്. പക്ഷേ ഈ 1 റിംഗറ്റിനോ 1.5 റിംഗറ്റിനോ ഒക്കെ കിട്ടുന്ന നാസി ലമാക്ക് അത്ര വിപുലമൊന്നും ആയിരിക്കത്തില്ല. കുറച്ച് ചോറും ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ണവും മുട്ടയൊക്കെ ആയിരിക്കും. ഓരോന്നിൻ്റെ മണ്ടയ്ക്ക് പേരെഴുതിയേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അതിനകത്തിലെ കണ്ടന്റ് എന്താണ്. എ ആണെങ്കിൽ അയാം ചിക്കൻ എന്നായിരിക്കും, ടി ആണെങ്കിൽ തെല്ലൂർ അല്ലെങ്കിൽ മുട്ട എന്നായിരിക്കും. അപ്പോൾ ഇപ്പം കണ്ട കടയിൽ നിന്നും ഞാൻ 2 നാസി ലമാക്ക് വാങ്ങിച്ചേ. നമുക്കിനി വീട്ടിൽ പോയിട്ട് നോക്കാം. എൻ്റെ ഇപ്പം മൊത്തം 3 നാസി ലമാക്കാണ്ട്. 1.5 റിംഗറ്റ്, 2 റിംഗറ്റ്, 1 റിംഗറ്റ്, ആ ഒരു ക്രമത്തിലായിരിക്കുന്നത്. ഒരെണ്ണം സീ ഫുഡാണ്, അതായത് കൊഞ്ച്. രണ്ടാമത്തേത് അയാമാണ്. മൂന്നാമത്തേത് മുട്ടയുടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നോരോന്നും തുറന്നിട്ട് ഇത് നമ്മൾ വാങ്ങിച്ച കാശിന് വർത്താണോ അല്ലെങ്കിൽ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ തുറക്കുന്നത് സീ ഫുഡ് നാസി ലമാക്കാണ്. അപ്പോൾ അതിനകത്തിൽ കുറച്ച് കൊഞ്ചും പിന്നെ മുട്ടയാണ് ഉള്ളത്. ഇതിൻ്റെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും അതേപോലെ പണ്ടാൻ ലീഫിൻ്റെ ഫ്ലേവറും ഉണ്ടായിരുന്നേ. ഇവിടെ മലേഷ്യയിൽ അവർ ചോറ് വേവിക്കാൻ നേരം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ഇടാറില്ലേ, അതേപോലെ ഇടുന്ന ഒരു ഇലയാണ് പണ്ടാൻ ലീഫ്. ചിക്കൻ്റെ വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നി. ഇത് ചിക്കൻ നാസി ലമാക്കാണ്. അതിനകത്ത് അവർ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ പ്രൈസി നാസി ലമാക്ക്. 2 റിംഗറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് മധുരം ഉണ്ടായിരുന്നു, പക്ഷേ ചോറിന് നല്ല തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചിക്കൻ പീസും ഉണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ നാസി ലമാക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും ചീപ്പസ്റ്റ് നാസി ലമാക്കായിരുന്നു. അത് ചോറ് വെറുതെ വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ചോറ് അധികം വെന്തിട്ടില്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബാക്കി 2 നാസി ലമാക്കിനേക്കാളും ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നത് മൂന്നാമത്തെ നാസി ലമാക്കിനായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് ട്രൈ ചെയ്യാൻ തോന്നിയതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.